ഇന്ന് നമ്മളൊരു നോർമൽ ഒരു ഓർഡിനറി ഒരു കാർ സ്റ്റീരിയോ അസംബിൾ ചെയ്താലോ. സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ 2 ചാനൽ 2.1 അല്ല. അപ്പോൾ കാർ സ്റ്റീരിയോ എന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഈ ടൈപ്പ് ചെയ്യുന്നത് നമ്മളെ ഓട്ടോറിക്ഷ, അങ്ങനത്തെ ഗൂഡ്സ് ലോറി, അങ്ങനത്തെ മറ്റ് വണ്ടികൾ. കാറുകളിലൊക്കെ ഇൻബിൽഡ് നല്ല അടിപൊളി സാധനം ഉണ്ടാവും, പക്ഷേ മറ്റ് വണ്ടികളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ അസംബിൾ ചെയ്യാറ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സാധാരണ ഒരു ആക്രിലിക് ഷീറ്റ് ചെയ്ത ഒരു പാനലും 4 കൺട്രോൾസും അതിലേക്കൊരു എല്ലാം 3 to 4 BT എടുത്തിട്ടുണ്ട്. 7-9-4ൻ്റെ 2 ചാനൽ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു G-Starൻ്റെ ബ്ലൂടൂത്ത് പാനൽ എടുത്തിട്ടുണ്ട്. ഒരു 24 വോൾട്ട് കിട്ടുന്ന 12 to 24 DC to DC. പിന്നെ അതിലേക്ക് ഒരു റെഗുലേറ്റർ, നമുക്ക് ആവശ്യമുള്ള വയറുകൾ എല്ലാം ഞാൻ അവിടെ കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതിനകത്തോട് ഫിറ്റ് ചെയ്യുക, സോൾഡർ ചെയ്യുക. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വില കുറവിൽ ചെയ്യുന്നത്, ലോക്കലായിട്ട് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നതിൽ, ആ നല്ല രീതിയിൽ ചെയ്യുന്നതിൽ ഒരു ആവറേജ് സാധനം അത്. അപ്പോൾ ഈ ടൈപ്പ് സപ്ലൈയും ഈ ടൈപ്പും. അപ്പോൾ സാധാ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് LA 4440 ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 7-9-4 ആണ് എടുത്തത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ബോർഡുകൾ ഉപയോഗിക്കാം, അതിനനുസരിച്ച് സപ്ലൈ മാറ്റിയാൽ മതിയാവും. സബ്വൂഫർ ഗേറ്റ് ആണെങ്കിൽ 2.1 ചെയ്യുകയാണെങ്കിൽ ക്യാബിനറ്റിന് കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും, കുറച്ച് ബാക്കോട്ട് സൈസ് ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കാം. ഈ ടൈപ്പ് തന്നെ എടുക്കണമെന്നില്ല, നോർമലി ചെയ്ത് പഠിക്കാം. അത് നമുക്ക് വേറെ ചെയ്യാം. 2.1 ഒന്ന് സെയിം ടൈപ്പ് വേറെ ചെയ്യാനുണ്ട്, അതും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ കണക്ഷൻസ് കൊടുക്കുന്നത് ഒരുവിധം എല്ലാ പേർക്കും അറിയാം. പിന്നെ സർക്യൂട്ട് കണക്ഷൻ, അതായത് ഇപ്പോൾ ഇൻ ആൻഡ് ഔട്ട്, BT കണക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, പവർ സപ്ലൈ കണക്ട് ചെയ്യുക, അതൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യമില്ല. ഇതിവിടെ ഒരു ഗമ്മ് ചുട്ടിയെന്നൊക്കെ സ്വാഭാവികമാണ്. പിന്നെ കൺട്രോൾസ്, ബാസ്റ്റബിളിലെ കൺട്രോളും ഒരു വോളിയം മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിതിലേക്ക് സബ്വൂഫർ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഈ കൺട്രോൾ ജസ്റ്റ് ഇവിടെ കാലിയാക്കി ഇട്ടേക്കാണ്. ഭാവിയിൽ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആ പണിയില്ലല്ലോ, പാനൽ മാറ്റണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്, ഞാനിവിടെ അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ, അതായത് ഇത് ബോർഡ് ലേ ഔട്ട് ചെയ്യണം. ലേ ഔട്ട് ചെയ്യുക മീൻസ് ഇത് ഇവിടെ ഇതിനകത്ത് എങ്ങനെ നമ്മൾ വെക്കുന്നു. ഇപ്പോൾ ബാസ്റ്റബിൾ ബോർഡ് നമ്മൾ ഇവിടെ വെച്ചു. ഇത് നമുക്ക് USB പാനലിലേക്കുള്ള കണക്ഷൻ, അതിൻ്റെ ഔട്ട്പുട്ട് അത് ഈ പാനലിൽ നമ്മൾ കണക്ട് ചെയ്യും. ഇങ്ങനത്തത് ഈ SMBS ഇത് ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്വിച്ച് ഓൺ, പവർ ഇൻപുട്ട് ഈ ഭാഗത്ത് കൂടെ വരുന്നു, നേരെ ഇതിലെ കൺട്രോളായിട്ട് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യും. അപ്പോൾ REM കണക്ഷൻ ഇവിടെ കണക്റ്റ് ആവും. ഇവിടെ ഔട്ട്പുട്ട് നേരെ ഈ ഭാഗത്തു നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ അത് നേരെ ഇട്ടിട്ട് നമുക്ക് ഈ രീതിയിൽ ഈ ബോർഡ് ഇവിടെ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പവർ സപ്ലൈ ഡയറക്റ്റ് പവറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് തുളയ്ക്കുക, എന്നിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. അപ്പം നമ്മളിവിടെ തുളച്ച് കഴിഞ്ഞു. അതായത് ഇത്രയും ഹോൾസുള്ളൂ, വളരെ സിമ്പിളാണല്ലോ, കുറഞ്ഞ സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്തോളെ. അത് നമ്മുടെ ബാസ്റ്റബിളിൻ്റെ കൺട്രോളിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ടിന് നമ്മളിവിടെ വയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ കൺട്രോളിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഈ വയർ, ഇതാണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ ഈ വയറാണ് നമുക്ക് പവർ ബോർഡിലേക്ക്, പവർ ആമ്പിലേക്ക് പോകുന്നത്, അതായത് വോളിയം കൺട്രോളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ പണി എന്താ, ഇതിവിടെ സോൾഡർ ചെയ്ത് ഇവിടെ സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 12 വോൾട്ടിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തു. ഇനി വേണ്ടത് റെഗുലേറ്റർ ICയുടെ 12 വോൾട്ടും നമ്മൾ ഇവിടുന്ന് എടുക്കണേ. ഇതിലേക്ക് വരുന്ന ഈ 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. അതായത് ഈ ബോർഡിലേക്ക് പവർ സപ്ലൈ വരുന്ന ഈ 12 വോൾട്ടിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ഈ ICക്കുള്ള 12 വോൾട്ടിനും ഇൻപുട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുക. ഈ IC 7805 എന്നുള്ള IC ആണ്. അപ്പോൾ ഇത് നമ്മുടെ USB പാനലിനുള്ള പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ ഒതുക്കി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ വയറിങ് മൊത്തത്തിൽ ഈ ഭാഗത്തേക്ക് വരും. ഇത് പാനലിലേക്ക് പോകും. അപ്പോൾ ഇനി ക്ലീനായിട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ റെഗുലേറ്റർ ICയുടെ കണക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി അത് കണ്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം തെർമൽ പേസ്റ്റ് ആക്കിയിട്ട് സ്ക്രൂ ചെയ്യാം. USB പാനലിനുള്ള പവർ 5 വോൾട്ടായി. USB പാനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൊടുക്കാനുള്ള സംഭവമായി. അപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ പുറത്തേക്ക്. ഇനി വേറെ ഒന്നുമില്ല, അത് ഈ ബോർഡ് ഇപ്പോൾ നമുക്ക് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഒരു ബ്ലൂ ഡിസ്പ്ലേ ആണ് എടുത്തുള്ളത്, ബ്ലൂ ഡിസ്പ്ലേ G-Starൻ്റെ. അപ്പോൾ ഇത് FM-നുള്ള ആൻറ്റിനാണ് വൈറ്റ് ലൈൻ.
അപ്പോൾ അതിൻ്റെ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി ഇത് സ്ക്രൂ ചെയ്തിട്ട് വയറിങ് ഒതുക്കലൊക്കെ നമ്മൾ ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി പെട്ടെന്ന് പരിപാടി കഴിയും. ഇനി കണക്ഷൻസ് 3 കണക്ഷൻസ് മാത്രമേ ഉള്ളൂ, നോക്കാം. അപ്പോൾ ഇനി നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുക, SMPS. അപ്പോൾ ഈ രീതിയിലല്ല, ഇങ്ങനെ ഈ ഭാഗത്തേക്കായിട്ടാണ് സപ്ലൈ വരുന്നത്. അതായത് ഈ ഔട്ട്പുട്ട് ഡുവൽ സപ്ലൈ കിടക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് കിട്ടണം. ഈ 12 വോൾട്ട് നമുക്ക് ഇതിലൂടെ ബാക്കോട്ട് പോകണം. നമുക്ക് കേബിനറ്റിൻ്റെ പുറത്തേക്ക് പോകണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇവിടെ സ്വിച്ച് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ. അപ്പോൾ സ്വിച്ചിൻ്റെ കണക്ഷൻ ഒരു വയർ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡിൽ ഒരു റിമോട്ട് കണക്ഷൻ ഉണ്ട്, ഇതാ ഇവിടെ. അതായത് REM എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന കണക്ഷനാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്ന 12 വോൾട്ടിനെ സ്വിച്ച് ഉപയോഗിച്ച് ഇതിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ സപ്ലൈ ഓൺ ആവുള്ളൂ. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്താൽ ഈ റിമോട്ട് സ്വിച്ചിലുള്ള കണക്ഷൻ, ഈ കണക്ഷനിലേക്കുള്ള 12 വോൾട്ട് കട്ടാവും. അപ്പോൾ SMPS ഓഫ് ആവും, സപ്ലൈ ഓഫ് ആവും. അപ്പോൾ ഈ വരുന്ന ഈ 12 വോൾട്ട് വരുന്നിടത്തേക്ക് നമുക്ക് ഈ കൺട്രോൾ മറ്റ് 12 വോൾട്ടിൻ്റെ കൺട്രോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഈ സപ്ലൈൻ്റെ കണക്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ അത് ഡയറക്റ്റ് ബാറ്ററി 12 വോൾട്ടിൽ ഇതെല്ലാം വർക്ക് ചെയ്തോളൂ. ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് വയർ ഒതുക്കാൻ പറ്റും. പുറത്തേക്കുള്ള 12 വോൾട്ട് വയർ, ശരിക്കും പുറത്തുനിന്ന് അകത്തേക്ക് 12 വോൾട്ട് കയറുന്ന വയർ, അതാണ് ഇപ്പോൾ ഈ വരുന്നത്. അതായത് ഇതിനെ നമ്മളിവിടെ ലോക്ക് ചെയ്യണം. അതായത് ഈ സ്ക്രൂവിനെ കൂട്ടിയിട്ട് നമ്മൾ ടാഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വലിഞ്ഞാലും നമ്മളിവിടെ നിന്ന് വലിഞ്ഞാലും അനങ്ങില്ല. ഈ സ്ക്രൂവിനെ കൂട്ടി ടാഗ് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും ഇതുപോലൊരു ഹോൾഡിംഗ് ഉണ്ടോ, അത് വെച്ചിട്ട് ടാഗ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ വയർ ഒതുങ്ങുകയും ചെയ്തു, എല്ലാം സെറ്റായി. അടുത്തത് FM ആൻറ്റിനയാണ്. അപ്പോൾ FM ആൻറ്റിനയ്ക്ക് നമ്മളൊരു ചെറിയ നോട്ട് ഇട്ടിട്ട് പുറത്തേക്കിട്ടാൽ മതി. അതിനിവിടെ ഹോളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഹോൾ ഇടുക, അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഇതുപോലുള്ള ഹോൾ ഉപയോഗിക്കുക. അപ്പോൾ അതും ക്ലിയർ. ഇപ്പോൾ 12 വോൾട്ട് ഔട്ട്, FM ആൻറ്റിന ഔട്ട്. ഇനിയിപ്പോൾ കണക്ഷൻ കൊടുക്കാനുള്ളത് ഒരു പവർ സപ്ലൈ, ഒരു ഇൻപുട്ട്, പവർ ബോർഡിലേക്കുള്ള ഇൻപുട്ട്. അപ്പോൾ അത് കൊടുക്കുക. ഇത് സ്പീക്കർ ഔട്ട്, ഇത് നമ്മളിതിലെ പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ഇനി ആദ്യം ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം, എന്നിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഒന്ന് ഇതാ, ഒരു ഇന്നിവിടെ കാണുന്നു, ഒരു ഇന്നിവിടെ കാണുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രൗണ്ടായിട്ട് എടുത്തുള്ളത് ഗ്രേ വയറാണ്. അപ്പോൾ ഗ്രേ ഗ്രൗണ്ടിലും ബാക്കി എല്ലാതെയും കൊടുക്കുക. ഇവിടെ ഗ്രൗണ്ടാണ്. ഇനി ഒരു ഇന്ന് കാണുന്നത് ഇതാ ഇവിടെയാണ്, ഒരു ഇന്ന്. അടുത്തത് ഇവിടെ പവർ സപ്ലൈ കണക്ട് ചെയ്തില്ല, ഇവിടെ പവർ സപ്ലൈ കണക്ട് ചെയ്യണം. അപ്പോൾ അത് വന്ന് നിൽക്കില്ല ഇവിടെ. എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് രണ്ടാമത് അയക്കേണ്ട അവസ്ഥയാവും. അപ്പം ബ്ലാക്ക് വയറാണ് ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. റെഡ് വയർ പോസിറ്റീവ്, ബ്രൗൺ. അപ്പോൾ അത് സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ കമ്പൗണ്ട് പേസ്റ്റ് ഇടുക, തെർമൽ പേസ്റ്റ് ഇടുക. അത് മറന്നു പോകരുത്, കാരണം ഹീറ്റാവുന്ന സാധനമാണ്. നമുക്ക് ഈ ഹീറ്റ് സിങ്ക് തന്നെ അതിൽ ചിലപ്പം മതിയാവാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ബോഡിയിലേക്കും കൂടി ചേസിലേക്കും കൂടി കൊടുത്തേക്കുക, എന്നാലേ ആ ഹീറ്റ് മാക്സിമം ഒന്ന് പോയി കിട്ടുള്ളൂ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫാൻ കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ആമ്പിൽ. അതങ്ങനെ ആവശ്യം വരും തോന്നുന്ന ആമ്പിൽ ഫാന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിനി സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ ഔട്ട്പുട്ട് പുറത്തേക്ക് ഇടാം. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം വയറുകളൊക്കെ ഒന്ന് ഒതുക്കി കളയാം. അപ്പോൾ നമ്മൾ വയറിംഗ് ഒക്കെ ഒതുക്കി, ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് പണി കഴിഞ്ഞു. എല്ലാം ടാഗ് ചെയ്ത് വയറൊക്കെ കെട്ടി ഒക്കെ സെറ്റാണ്. അതായത് വയർ ലോഡായി, അതായത് ഈ വയർ അനങ്ങില്ല, ഈ വയർ അനങ്ങില്ല, എല്ലാം ഇവിടെ അവിടെ ഇവിടെയൊക്കെ ലോക്ക്ഡാണ്. പിന്നെ അനാവശ്യ വയറിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആംപ്ലിഫയർ സെക്ഷൻ ഒരു ഭാഗത്തും പവർ സപ്ലൈ സെക്ഷൻ മൊത്തത്തിലൊരു ഭാഗത്തും, റെഗുലേറ്റർ ഇവിടെ, ഓൺ ഓഫ് ഇവിടെ, ഇവിടെ പവർ സപ്ലൈ, അതുപോലെ ഈ കൺട്രോൾസ്, ഈ കാര്യങ്ങൾ, ഈ സെക്ഷൻ ഓഡിയോ സെക്ഷൻ മൊത്തം ഒരു ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഞാൻ എപ്പോഴും ആമ്പ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യാറ്. ഇത് ട്രാൻസ്ഫോമർ സെക്ഷനാണ്, അതൊരു ഭാഗത്തും. അങ്ങനെ ആകുമ്പോൾ മാക്സിമം നമുക്ക് നോയ്സും മറ്റും കുഴപ്പങ്ങളൊന്നും വരാതെ ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഇനി ഇത് ഈ നോബും സെറ്റപ്പ് ഇട്ടിട്ട് നമ്മളിത് ഓണാക്കി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ബാറ്ററി കണക്ഷൻ ഇവിടെ ഉണ്ട്, 12 വോൾട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഇത് ഇങ്ങനെയാണല്ലോ വണ്ടി കൊടുക്കുന്നത്.
അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇതിലാണ് ഈ 12 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓൺ ചെയ്യുമ്പോൾ ബ്ലൂടൂത്ത് പാനൽ ഓൺ ആവണം. ഹായ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത ആ ഓഡിയോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ പാനലിൽ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ട്. പാനലിലെ വോളിയം ട്രബിൾ കൊടുക്കട്ടെ. പവർ ബാറ്ററി പോരാ. ലോഡ് ബ്ലിങ്ക് ആവുന്നതാണ്. അടുത്ത ചാനൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു സിമ്പിൾ കാർ സ്റ്റീരിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ വണ്ടിയിൽ ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് ഇതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് സ്ക്രൂസും ഗ്ലൂ ചെയ്യുക. ഗം ഓർ ഗ്ലൂ ഏതെങ്കിലും ഒന്ന് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് ഒരു ഓട്ടോയിലേക്കുള്ള സാധനമാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് എന്തെങ്കിലും ഇതൊന്നായിട്ട് ഇളകിപ്പോവും. സ്ക്രൂ ബോൾട്ടൊക്കെ ഇളകിപ്പോവും. അപ്പോൾ കംപ്ലീറ്റ് ഗ്ലൂ ചെയ്യുക, എന്നാലേ അത് അവിടെ നിൽക്കുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഗ്ലൂ പോരാ, നമുക്ക് അടിയിലുള്ള ആ വയറിങ് അതുപോലെ സോൾഡർ ചെയ്തതിൻ്റെ ആ വയർ അടിയിൽ കൂടെയൊക്കെ നമ്മൾ ടാഗ് ചെയ്ത് കെട്ടിയല്ലോ, ആ വയറൊക്കെ ഇങ്ങനെ ഇളകാനുള്ള ചാൻസ് മാക്സിമം കുറയ്ക്കുക. വോളിയം കൺട്രോളിലെ ഒരു സെറ്റ് ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അപ്പോൾ ആ ഭാഗം മാക്സിമം നന്നാക്കിയിട്ട് ഗ്ലൂ ചെയ്യുക. നമ്മൾ പരമാവധി ഇളക്കുന്ന ഒരു അവസരം ഉണ്ടാകാതിരിക്കുക, എന്നാൽ തന്നെ ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ കപ്പാസിറ്റേഴ്സ് ഈ കപ്പാസിറ്റർ ഡ്രൈ ആയി പോകും വർക്ക് ചെയ്തിട്ട്. അതെല്ലാം അങ്ങനെ നമുക്ക് അങ്ങനെ ഇളകും തോന്നുന്നു എല്ലായിടത്തും ഗ്ലൂ ഇട്ടേക്കുക. ഒരു മൊത്തത്തിൽ ഗ്ലൂ ഇടാനല്ല, അങ്ങനെ ചാൻസ് ഉള്ളിടത്ത് വളരെ നീറ്റായിട്ട് ഗ്ലൂ ഇടുക. അപ്പോൾ ആ ഗ്ലൂ ഇട്ടതിൻ്റെ ഒരു ഫിനിഷ്ഡ് ഫൈനൽ അവസ്ഥയും പിന്നെ അത് ക്യാബിനറ്റ് ഇട്ടിട്ടും നമുക്ക് ലാസ്റ്റ് ഒരു സീൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർ സ്റ്റീരിയോ മേക്കിംഗ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത 2.1 ചെയ്യാനുണ്ട്. തിരക്ക് കുറവാണെങ്കിൽ മാത്രം അത് നമ്മൾ വീഡിയോ ചെയ്യും. അതല്ലെങ്കിൽ വെച്ചാൽ തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് സജഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. അപ്പം നിങ്ങൾ നോക്കുക, ഇതിനകത്ത് മൊത്തം നമ്മളിവിടെ ഗ്ലൂ ചെയ്തു. അതായത് സ്ക്രൂസ് എല്ലാം ഗ്ലൂ ചെയ്തിട്ടുണ്ട്, വയേഴ്സ് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ ടാഗ് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ക്രൂ പോയിൻറ്റ്സും ഗ്ലൂ ചെയ്തു. കപ്പാസിറ്റേഴ്സ് നോക്കിയാൽ കപ്പാസിറ്റേഴ്സ് എല്ലാം ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് പിന്നെയും കംപ്ലൈൻറ്റ് വരും. ഇത് ഇളകും, വണ്ടിയിൽ നിന്ന് 100% ഇളകും. അപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അത് ഒഴിവാക്കുക. അപ്പോൾ അതിന് ഇതാണ് പരിഹാരം.